സർ, നമ്മുടെ ഹീറോ എന്ത് പറയുന്നു? വെള്ളം ചോദിച്ചു. കൊടുത്തല്ലോ അല്ലേ? ഇല്ല, കൊടുത്തില്ല. എന്താടോ വെള്ളം ചോദിച്ചാ കൊടുക്കണ്ടേ? വെള്ളം കൊടുത്തില്ലെങ്കിലേ ഇവന്റെ അച്ഛനോട് പരാതി പറയും. ഇവന്റെ അച്ഛനറിയില്ലേ? ബെസ്റ്റ്. അയ്യോ, ആള് പുലിയാ, നമ്മളെയൊക്കെ വെടിവെച്ച് കൊന്നുകളയും. അല്ലടാ? അയ്യോ, മുഖത്തൊക്കെ ചോരയുടെ പാടുണ്ടല്ലോടാ. ഇവര് നിന്നെ ഉപദ്രവിച്ചോ? ഞാൻ ചോദിക്കാം കേട്ടോ. പിന്നൊരു കാര്യം, നിന്റെ പെണ്ണും പിള്ള എന്നെ കാണാൻ വന്നിരുന്നു. കണ്ട, അത് പറഞ്ഞപ്പോ ആള് ഉഷാറായി. അതേടാ, നിന്റെ ഭാര്യ ദേവിക വന്നിരുന്നു. കൂടെ ആ ജഡ്ജി ഏമാനും ഉണ്ടായിരുന്നു. നിന്നോട് അവൾക്ക് ഒടുക്കത്തെ സ്നേഹമല്ലേ? എന്നോട് അവൾ തൊഴുതുകയാണ് അപേക്ഷിച്ചു. നീ എന്റെ കസ്റ്റഡിയിലാണെങ്കിൽ വിട്ടുകൊടുക്കാൻ. ഞാനെന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? നീ എന്റെ കസ്റ്റഡിയിലാണെങ്കിൽ നിന്റെ ബോഡിയെ തിരിച്ചു കിട്ടുമെന്ന്. എന്റെ ബോഡി വീട്ടിലെത്തിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ ബോഡി ഭൂമിയിലുണ്ടാവില്ലടാ. കത്തിച്ചാരാവും. നിലവിളിക്കടാ, നിലവിളിക്കടാ. അവരൊക്കെ വരുന്ന കാണട്ടെ. വിളിക്കടാ. നിന്നെ രക്ഷിക്കാനുള്ളവരും എന്നെ ചാരമാക്കാനുള്ളവരൊക്കെ വരട്ടടാ. ഓരോരുത്തരായിട്ട് വരണം. സിദ്ധാർത്ഥന്റെ ഭാര്യ, മകള്, മരുമകള് എല്ലാവരും എന്റെ ലിസ്റ്റിലുള്ളവരാ. നിന്റെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞാ നിന്റെ പിറകെ അവരും ഓരോരുത്തരായി അങ്ങ് പരലോകത്തെത്തും. ചേച്ചി, സിദ്ധാർത്ഥന്റെ മോൻ എന്തു പറയുന്നു? അവൻ ചാകാറായോ? ഇല്ല, ഒറ്റയടിക്കങ്ങ് കൊന്ന സുഖമില്ലല്ലോ. നീട്ടിക്കൊണ്ടു പോണ്ട. ഇനി വെച്ചോണ്ടിരുന്ന ശരിയാവില്ല. എത്രയും പെട്ടെന്ന് വേണം. അത് തന്നെ എന്റെയും തീരുമാനം. എന്തായാലും ചേച്ചി സന്തോഷമായിട്ടിരിക്കേ. ഇവന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാവും. അവൻ അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപ് എന്നെ വിളിക്കണം. അവനോട് അന്ത്യയാത്ര പറയണോ എനിക്ക്? ശരി ചേച്ചി, ഞാൻ വിളിക്കാം. നിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേന്നാ ഫോൺ ചെയ്ത ആള് ചോദിച്ചതേ. പക്ഷെ എന്തായാലും ഇന്ന് രാത്രി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോ നിന്റെ യാത്രയയപ്പ് ചടങ്ങ് നാളത്തേക്കങ്ങ് മാറ്റി വെച്ചിരിക്കുക. എന്താ? അപ്പൊ നാളെ പകല്, നാളെ നല്ല ദിവസമാടാ. അപ്പോ മുകളിൽ പോകുമ്പോ സ്വർഗം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്ക് കേട്ടാ. ഇന്ന് ഈ ഭൂമിയിൽ നിന്റെ അവസാന രാത്രി. മനസ്സിലായടാ രമേശേ?